നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. കർണാടകത്തിൽ ഈ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കാൻ ഒരു കോർ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുന്നു എന്ന് കേട്ടു. അതേപോലെ ഒരു കോർ കമ്മിറ്റി കേരളത്തിലും വി.ഡി. സതീശനെ നിയന്ത്രിക്കാൻ പാർട്ടി AICC മുൻകൈയെടുത്ത് അങ്ങനെ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു വാർത്ത ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. എന്ന് പറയുന്നത് അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നു, വൺമാൻ ഷോ കാണിക്കുന്നു. അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി അറിയാതെ അദ്ദേഹത്തിന്റെ വകുപ്പിൽ ചില മാറ്റങ്ങൾ നടത്തി. അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ അറിയാതെ കളക്ടർമാരെ മാറ്റി. അങ്ങനെയൊക്കെ ചില നിയമനങ്ങളും മാറ്റങ്ങളും ഒക്കെ നടത്തിയതിൽ അതിനകത്ത് അവരൊക്കെ അസ്വസ്ഥരാണ്. അവരുടെയൊക്കെ പരാതി ഉണ്ടായതുകൊണ്ടാണ് അങ്ങനൊരു മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കാൻ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. വി.ഡി. സതീശനെ നിയന്ത്രിക്കാൻ വേണ്ടി ഇവിടെ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അഥവാ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ അത് വി.ഡി. സതീശന്റെ കൂടി അംഗീകാരത്തോടു കൂടി അദ്ദേഹം നിയമിക്കുന്ന ഒരു കമ്മിറ്റി ആയിരിക്കും. ഒരിക്കലും ഹൈക്കമാൻഡ് ഇടപെട്ടിട്ട് വി.ഡി. സതീശന്റെ കോർ കമ്മിറ്റി വരുമെന്നോ, ഇവൻ കർണാടകയിൽ പോലും അങ്ങനെ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ മുകളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടി ഹൈക്കമാൻഡ് ഒരു കോർ കമ്മിറ്റി വെക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് അങ്ങനെ അവരുടെ ഒരു കാഴ്ചപ്പാട് ഇനി അഥവാ ഹൈക്കമാൻഡ് ഉണ്ടെങ്കിൽ ഹൈക്കമാൻഡിന്റെ വിരോധോഷവും ഞാൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു അഡ്വൈസറി കമ്മിറ്റി ചിലപ്പം എനിക്കറിയില്ല, ഉണ്ടാകുകയാണെങ്കിൽ അത് വി.ഡി. സതീശൻ തീരുമാനത്തിൽ ഉണ്ടാകുന്ന അഡ്വൈസറി കമ്മിറ്റി ആയിരിക്കും. അത് വി.ഡി. സതീശൻ നിയന്ത്രണം തന്നെ ആയിരിക്കും. ഇത് ഞാൻ ഒരു എന്താ പറയുന്ന ഒരു പ്രവചനം പോലെ ഞാൻ പറയുകയാണ്. നോക്കിയോളൂ, നമുക്ക് നോക്കാം. അങ്ങ് പറയുന്നു ഇവിടെ ഒരു കോർ കമ്മിറ്റി വരും, ആ കോർ കമ്മിറ്റി വി.ഡി. സതീശനെ നിയന്ത്രിക്കുമെന്ന്. ഞാൻ പറയുന്നു അങ്ങനെ ഒരു കോർ കമ്മിറ്റി വരത്തില്ല. എന്തെങ്കിലും ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ അത് വി.ഡി. സതീശനെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി മാത്രമായിരിക്കും. ഞാൻ പറഞ്ഞതാണ് തെറ്റിയെങ്കിൽ താങ്കൾക്ക് നാളെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ തിരുത്താം. എനിക്കതിനകത്ത് വിരോധമൊന്നുമില്ല. പക്ഷെ ഞാനിത് പറയുന്നത് വി.ഡി. സതീശൻ എന്ന ഭരണാധികാരിയെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടുകളും ഒക്കെ നന്നായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വളരെ തന്റേടമായിട്ട് ഇവിടെ മാന്യമായ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതൊക്കെ വിട്ടിട്ട് രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നു പറഞ്ഞ ഇന്ത്യയിലെ ഞാൻ കേട്ട ആദ്യത്തെ രാഷ്ട്രീയ നേതാവാണ്. അന്തസ്സോടെ പറയാൻ കഴിയുന്ന നേതാവിനെ ഹൈക്കമാൻഡ് ഒരു കോർ കമ്മിറ്റിയെ വെച്ചിട്ട് അയാളുടെ നിയന്ത്രണം കൊണ്ടുവരുമെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ പറയുന്നു. അതിന് പോലും ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ആരോപണങ്ങൾ എന്തിനും വരുമല്ലോ. ആയിക്കോട്ടെ, ആരോപണങ്ങൾ വന്നോട്ടെ. സോഷ്യൽ മീഡിയയ്ക്ക് എല്ലാ ദിവസവും ചർച്ച ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ഉണ്ട്, വരട്ടെ, നമുക്ക് നോക്കാം വരുമെന്ന്. എനിക്കിപ്പം അവരുടെ കോർ കമ്മിറ്റി വന്നാലും വന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ ഒരു ഇത്രയും കാലത്തെ പത്രപ്രവർത്തന അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്ന ഒരു സംഗതി, വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ഭരിക്കാൻ വേണ്ടി ഹൈക്കമാൻഡ് ഇവിടെ ഒരു കോർ കമ്മിറ്റിയെ കൊണ്ടുവരുമെന്ന് ഞാൻ കരുതുന്നില്ല. അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. റവന്യൂ വകുപ്പിലെ മാറ്റം, കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പിലെ മാറ്റം, ഇതൊക്കെ ഏകപക്ഷീയമായി ചോദ്യമുണ്ട്. റവന്യൂ വകുപ്പിലെ മാറ്റത്തെ കുറിച്ച് റവന്യൂ മന്ത്രിയോ കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പിലെ മാറ്റത്തെ കുറിച്ച് കുഞ്ഞാലിക്കുട്ടിയോ എന്തെങ്കിലും പ്രതിഷേധം പറഞ്ഞിട്ടുണ്ടോ? അവര് പ്രതിഷേധം എവിടെ പറഞ്ഞു? അവരുടെ AICCയോട് പറഞ്ഞു, അവരുടെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കേൾക്കുന്നതല്ലേ. അവരൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല പറഞ്ഞായിട്ട്. അവര് ഇവിടെ നിയമനങ്ങൾ മറ്റുള്ളവർ പറഞ്ഞല്ലാതെ അവർ പറഞ്ഞായിട്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഈ രണ്ട് മന്ത്രിമാരും ആ വീഡിയോ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് അവരാരെങ്കിലും പറഞ്ഞായിട്ട്. അങ്ങനെയാണ് സോഷ്യൽ സോഷ്യൽ മീഡിയയിലെല്ലാം വിശ്വസിക്കണ്ട. അങ്ങനെ ശരിയല്ല അത്. അതിനകത്ത് വളരെ പെട്ടെന്ന് ചില നിയമനങ്ങൾ നടത്തേണ്ടി വന്നതുകൊണ്ട് അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്തതാണ്. അതിനകത്ത് ആദ്യം കേട്ടത് ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം നിയമിച്ചതാണ്, മുഖ്യമന്ത്രി പോലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു മുഖ്യമന്ത്രി കാണിച്ച അമിതാധികാര പ്രയോഗമാണെന്ന് പറഞ്ഞു. അതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പം സർക്കാരിനെ പിന്തുണയ്ക്കാൻ വേണ്ടി പറയുന്നതല്ല, എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ്. അതൊക്കെ ഒരു ആരോപണങ്ങളായിട്ട് മാത്രം കണ്ടാവും. അങ്ങനെയൊന്നും ഒരു കോർ കമ്മിറ്റി ഒന്നും വി.ഡി. സതീശനെ ഭരിക്കാൻ വേണ്ടി ഉടനെ ഇവിടെ വരാൻ പോകുന്നില്ല. അങ്ങനെ കോർ കമ്മിറ്റിയുടെ കീഴിലിരുന്ന് ഭരിക്കുന്ന ആളല്ല വി.ഡി. സതീശൻ. അതൊക്കെ നമുക്കൊരു കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. നമ്മള് പറഞ്ഞു കേട്ടത് ഇപ്പൊ നടക്കുന്ന പ്രചാരണങ്ങളും വി.ഡി. സതീശൻ മാത്രം, ബാക്കിയുള്ളവരെല്ലാം മറ്റ് ഗ്രൂപ്പുകാരാണ്. അപ്പോൾ അദ്ദേഹം ഏകപക്ഷീയമായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റവർക്ക് അത് ഒക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കമ്മിറ്റി. പിന്നെ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടി ഇന്നലെ ഉണ്ടായി. 2 IAS പുറത്തു നിർത്തിയിരുന്ന 2 IAS തിരിച്ച് സർവീസിൽ കയറ്റി. അവരെ സസ്പെൻഷൻ പിൻവലിച്ചു, അവരെ കയറ്റി. പക്ഷെ അവരുടെ വകുപ്പുകൾ, അവരിൽ ചുമത്തിയിരിക്കുന്ന എന്ത് കാര്യത്തിന് വേണ്ടി അവരെ പുറത്തു നിർത്തിയിരിക്കുന്നു, ആ കാരണങ്ങൾക്ക്
ഒരു മറുപടി പോലും എഴുതി മേടിക്കാതെ അതിലൊരു ഇതും ചെയ്യാതെയാണ് അവര് അവര് സസ്പെൻഡ് ചെയ്ത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരു സർക്കാരാണ് എന്തിനാ മറുപടി എഴുതി മേടിക്കുന്നത്? അവരുടെ സസ്പെൻഷനെ പ്രഖ്യാപിച്ച ഗവൺമെന്റ് അവരോട് മറുപടി എഴുതി മേടിച്ചിട്ടാണ്. വെറുതെ ഒരാളെ സസ്പെൻഡ് ചെയ്തില്ലല്ലോ. അല്ലല്ല, അപ്പൊ എന്തെങ്കിലും കാരണം കാണും. രാഷ്ട്രീയ കാരണം കൊണ്ടാണെങ്കിലോ, രാഷ്ട്രീയ കാരണം കൊണ്ടാണെന്ന് ഈ സർക്കാർ കരുതുന്നെങ്കിലോ പിന്നെന്തിനാ അതിനകത്ത് വിശദീകരണം? അങ്ങനെയാണെങ്കിൽ ഒരു IAS കാരന് ഒരു ഭരണാധികാരിക്കായ ഒരു സിവിൽ സർവന്റിന് അദ്ദേഹത്തിന് ഒരു സർക്കാരിനെതിരായ പ്രചാരണങ്ങൾ മാധ്യമങ്ങളിലൂടെ നടത്താൻ അവകാശമുണ്ടോ? ഒരു സർക്കാരിനെതിരായിട്ടുള്ള പ്രചാരണം നടത്താൻ പാടില്ല. സർക്കാരിനെതിരായിട്ടുള്ള ഒരാളുടെ അല്ല, അങ്ങനെ പ്രചാരണം നടത്തിയെങ്കിൽ നടപടി ഈ സസ്പെൻഷൻ പോരല്ലോ, ഡിസ്മിസൽ വേണമല്ലോ. അങ്ങനെ നടത്തിയെങ്കിൽ അല്ല, ഇല്ല, അദ്ദേഹത്തിന് പരസ്യമായിട്ട് പറയുന്ന ഒരു തടസ്സവും ഇല്ല. ഏതെങ്കിലും ഭരണാധികാരിയെ ചട്ടവിരുദ്ധമായിട്ട് നിഷേധിച്ചോ വിമർശിച്ചോ പറഞ്ഞാലേ അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ ലംഘിച്ചാലേ പ്രശ്നമുള്ളൂ. അങ്ങനെ ഒരു പ്രോട്ടോകോൾ ലംഘിച്ചിട്ടില്ല. എല്ലാവരും ഡിസ്മിസ് ചെയ്തേനെ അവര്, അല്ലെ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തേനെ. അതെ, പ്രോട്ടോകോൾ ലംഘിച്ചത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ പ്രേരിതമായിട്ട് നടത്തിയ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് എല്ലാരെയും അങ്ങ് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റത്തില്ലല്ലോ. എല്ലാവരും അവരിൽ വ്യക്തമായ കാരണങ്ങളും വ്യക്തമായ കുറ്റങ്ങളും അവര് വെച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണല്ലോ അവരെ പുറത്തുനിന്ന്. അവര് പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യാം. അവര് പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കാത്ത അതിന്റെ അതോറിറ്റി തെറ്റാണെന്ന് ഒരു കാര്യം അവര് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സർക്കാരാണ് ഭരണത്തിൽ വന്നിരിക്കുന്നത്. അവർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ എടുത്തു. പിന്നെയുള്ള പ്രശ്നം അവര് IAS റൂൾസ് ലംഘനം ഉണ്ടോ എന്നുള്ളതാണ്. IAS റൂൾസ് ലംഘനം ഉണ്ടെങ്കിൽ ആ സസ്പെൻഡ് ചെയ്തിട്ട് അവർ കേസ് കൊടുത്തപ്പോ ആ കേസിനനുസരിച്ച് ഇപ്പൊ റീഇൻസ്റ്റേറ്റ് ചെയ്യാനായിട്ട് കാറ്റാണല്ലോ പറഞ്ഞത്. എന്തിനാണ് പറഞ്ഞത്? കോടതിയാണല്ലോ പറഞ്ഞത്. അപ്പം അതൊരു കുറച്ച് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളതാണ് ഈ UDF സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് അവർ തിരിച്ചെടുക്കുന്നു. അതിനകത്ത് വലിയ അത്ഭുതവും ഒന്നും ഞാൻ കാണുന്നില്ല. ഇപ്പം ഓക്കെ, ഒരാളിനെ തിരിച്ചെടുക്കുന്നു, എടുക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അയാളിൽ ചുമത്തിയിരിക്കുന്ന ആ കുറ്റം ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വെള്ള പേപ്പറിൽ എഴുതി പോലും മേടിക്കാതെ അവരെ കുറ്റം നിലനിൽക്കുകയാണ്. ഇല്ല, ആ ഫയൽ ഇപ്പോഴും ഓപ്പൺ ആയിരിക്കുകയാണ്. ഇല്ല, അവരെ സസ്പെൻഡ് ചെയ്തപ്പോ അവരോട് ഒരു വിശദീകരണം ചോദിച്ചിരുന്നു. ആ വിശദീകരണം അവർ എഴുതി കൊടുത്തിട്ടാ പോകുന്നത്. ആ വിശദീകരണം അംഗീകരിക്കാതെയാണ് സസ്പെൻഡ് ചെയ്തത്. വിശദീകരണം അവിടെ ഉണ്ട്, അതിന് വീണ്ടും എഴുതി പിടിക്കുന്ന കാര്യം. അതിനുശേഷവും ഇവര് മാധ്യമങ്ങളിലൂടെ അവര് ഒരുപാട് രീതിയിൽ സർക്കാരിനെയും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു സർക്കാരിന്റെ തലവനായ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ വിമർശിച്ച് അവർ മാധ്യമങ്ങളിലൂടെ ഇരുന്ന് മറ്റു മാധ്യമങ്ങൾ പ്രതിപക്ഷം പോലും പറയാത്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അല്ല, ഈ കസേരയിൽ ഇരുന്നാണല്ലോ അദ്ദേഹം പലതും പറഞ്ഞത്. ഈ കസേരയിൽ ഇരുന്ന് ഞാനത് കേട്ടതുകൊണ്ട് അശോക് കുമാർ. അതെ. അപ്പം അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു കാര്യം എങ്കിലും തെറ്റാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, നീ തെറ്റായ കാര്യം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്തിനാ അവനെ എടുത്തതെന്ന് ചോദിക്കാം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം തെറ്റില്ല അതിനകത്ത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സർക്കാരിന്റെ ഭരണത്തിലുണ്ടായിരുന്ന വീഴ്ചകൾ, പല കാര്യങ്ങളും കൃത്യമായി ചെയ്യാത്തത് ജനറലായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് വ്യക്തിപരമായിട്ടൊന്നും അതൊന്നും പറഞ്ഞില്ല. ഭരണത്തിലെ വീഴ്ചകളെ കുറിച്ച് പൊതുവായിട്ട് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ പറയരുത് എന്നാണ് പൊതുവായി കീഴ്വഴക്കം. ഇത് ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു. ആ ഉദ്യോഗസ്ഥൻ പറയുന്നത് തെറ്റാണെന്ന് തോന്നി സർക്കാർ നടപടി എടുത്തു. ഇപ്പൊ ഈ സർക്കാർ വന്നപ്പോൾ തെറ്റാണെന്ന് തോന്നുന്നില്ല, അവർ തിരിച്ചെടുത്തു. പ്രശാന്ത് എന്തുമാത്രം കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം എഴുതിയത്, അദ്ദേഹം പ്രചരിപ്പിച്ചത്. അതെ, അദ്ദേഹം എന്താണ് പറഞ്ഞത്? പറയൂ. സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പല ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടെ ഒരു ഭരണത്തിന്റെ ഒരു മന്ത്രിസഭയുടെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ പ്രശാന്തോ അശോകോ പറഞ്ഞെങ്കിലേ അശോകോ ചീഫ് സെക്രട്ടറിക്ക് എതിരായിട്ട് പറഞ്ഞ കാര്യമുണ്ട്. ആ കാര്യത്തിൽ എന്താണ് തെറ്റ് അത് പ്രൂവ് ചെയ്യപ്പെടണ്ടേ? അത് ചെയ്തില്ലല്ലോ. അത് കഴിഞ്ഞ ഗവൺമെന്റ് അത് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ അവരത് പുറത്തു നിർത്തി. കഴിഞ്ഞ ഗവൺമെന്റ് രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് ഈ ഉദ്യോഗസ്ഥന്മാരെ കരിമ്പട്ടികയിൽപ്പെടുത്തി അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ ആ ഗവൺമെന്റ് ഇവരോടൊരു അനിമോസിറ്റി ഉണ്ട്. അതിന് തുടർച്ചയായിരുന്നു നടപടിയൊക്കെ. നടപടി എടുത്തോട്ടെ, അല്ലെങ്കിൽ നടപടി പിൻവലിച്ചോട്ടെ, അതെല്ലാം ചെയ്തോട്ടെ. പക്ഷേ അതിനകത്ത് ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ ചോദിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരു വെള്ള പേപ്പറിൽ പോലും അവരുടെ ഒരു മറുപടി എഴുതി. വെള്ളപ്പേപ്പറിലല്ല, കഴിഞ്ഞവൻ എഴുതി കൊടുത്തെന്ന അല്ല, അത് എഴുതി വിശദീകരണം ഇരിപ്പുണ്ട്. അവിടുത്തെ ചീഫ് സെക്രട്ടറിയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് എഴുതി പഠിക്കണം. അത് അംഗീകരിക്കാത്തത് കൊണ്ടാണല്ലോ
അത് ആ ചീഫ് സെക്രട്ടറി അംഗീകരിച്ചില്ല. ചീഫ് സെക്രട്ടറി ഇപ്പോഴും ചീഫ് ആ സെക്രട്ടറി ചീഫ് സെക്രട്ടറി മാറിപ്പോയി. ഇപ്പൊ ആ ചീഫ് സെക്രട്ടറി അല്ല. നിങ്ങൾക്ക് രാഷ്ട്രീയം അറിയത്തില്ല. നിങ്ങൾ അവിടുത്തെ ആ സെക്രട്ടറി ചീഫ് സെക്രട്ടറി അല്ല ഇപ്പൊ. 30-ാം തീയതി വരെ ആ ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ ജൂൺ 30 വരെ ആ ചീഫ് സെക്രട്ടറി ആണ് അവിടെ ഇരിക്കുന്നെങ്കിൽ ആ ചീഫ് സെക്രട്ടറി ഇന്നലെ രാജിവെച്ച് പോയത്. അയാൾക്ക് ഹീസ് ജസ്റ്റ് എ ഗവൺമെന്റ് സെർവന്റ്. മാറി മാറി വരുന്ന സർക്കാരുകൾ പറയുന്നത് അനുസരിക്കാനുള്ള ചീഫ് സെക്രട്ടറിമാർ അവർക്ക് വിയോജിപ്പുള്ള അടി എഴുതാം. ആ വിയോജിപ്പ് അവർ എഴുതി കാണും. ആ വിയോജിപ്പ് എഴുതാതെ അവർ കൊടുക്കത്തില്ല. ഈ 2 ഉദ്യോഗസ്ഥന്മാര് രജിസ്റ്റർ ചെയ്യുന്നതിന് തടസ്സമുണ്ടോ എന്ന് അവരോട് ചോദിച്ചപ്പം ചീഫ് സെക്രട്ടറി കൃത്യമായിട്ട് കള്ളസ് എഴുതിയിട്ടുണ്ട്. ഇവർ 2 പേരും രജിസ്റ്റർ ചെയ്യപ്പെടാൻ യോഗ്യരല്ല ഇന്ന കാരണം കൊണ്ടെന്ന്. അത് പഠിച്ചിട്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ തീരുമാനമാണ് അവർ രജിസ്റ്റർ ചെയ്തത്. അത് ഈ സർക്കാരിന്റെ തീരുമാനമാണ്, ഈ മന്ത്രിസഭയുടെ തീരുമാനമാണ്. മന്ത്രിസഭയ്ക്ക് അതിനുള്ള അധികാരമുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ വിമർശിക്കുന്നത്? അപ്പോ അവരെ പുറത്തു നിർത്തിയത് ആ അന്നത്തെ സർക്കാർ തെറ്റായ തീരുമാനമായിരുന്നു ആണെന്ന് ഈ സർക്കാർ വിശ്വസിക്കുന്നു. ഈ കഴിഞ്ഞ സർക്കാർ ഇതുപോലെ തന്നെ പല ഉദ്യോഗസ്ഥന്മാരെ പുറത്തു നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാർ ഇതുപോലെ തന്നെ അതിനു മുമ്പ് ഇരുന്ന പല ഉദ്യോഗസ്ഥന്മാരുടെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതറിയാവോ? അവരെ വിമർശിച്ച് അവരെ എതിർത്തവരെ. ഒരു കാര്യം അങ്ങ് ഓർക്കണം, മുഖ്യമന്ത്രി VD സതീശനെ വിമർശിച്ച 2 ഉദ്യോഗസ്ഥരെ, സർക്കാർ ഉദ്യോഗസ്ഥരെ, അവർ IAS ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. 2 സർക്കാർ ഉദ്യോഗസ്ഥരെ, ഒരാൾ പെൻഷൻ ആവാൻ പോകുന്നതിന്റെ തലേ ദിവസം നടപടിയെടുത്ത് പുറത്തു നിർത്തിയ സർക്കാരാണ്. ഉദ്യോഗസ്ഥൻ എന്താ ചെയ്തത്? അവര് ഈ പറയുന്ന VD സതീശന്റെ മുഖം വെച്ചിട്ട് ഒരു നഗ്ന ചിത്രം എടുത്ത് ഫേസ്ബുക്കിൽ ഇടുക. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയാണോ? അത് പിണറായി വിജയനെ കുറിച്ച് എഴുതിയാലുണ്ടല്ലോ ഇതിനേക്കാൾ കർശനമായ നടപടി ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അത് ആര് മുഖ്യമന്ത്രി എന്നുള്ള പ്രശ്നമല്ല. അത് രാഷ്ട്രീയമല്ല. ഒരാളുടെ വികലമായ മനസ്സാണ്. അതിന് നമ്മൾ ഒരിക്കലും KSRTC ഉദ്യോഗസ്ഥനെ മാറ്റി. അതെ, അയാള് അയാൾ വിമർശിച്ചു, പൂക്കി മന്ത്രിയെ. അല്ലല്ല, KSRTC ഉദ്യോഗസ്ഥനാണ് ഈ പണി കാണിച്ചത്. അപ്പൊ അധ്യാപനം എനിക്കറിയില്ല, അത് ഞാൻ പഠിച്ചിട്ട് പറയാം. അപ്പൊ ഇവര് 2 പേരെ മാറ്റി നിർത്തിയിട്ട് അവരെ രജിസ്റ്റർ ചെയ്ത ഒരാളെ അത് നഗ്നചിത്രം എനിക്ക് കേട്ട് നഗ്നചിത്രം പോസ്റ്റ് ചെയ്ത ആളെ തിരിച്ചെടുത്തെങ്കിൽ ഞാൻ VD സതീശനെ അതിന്റെ പേര് വിമർശിക്കും. CM എന്നുള്ളതല്ല, അദ്ദേഹം ചെയ്യാൻ പാടില്ല. അദ്ദേഹം കർശനമായ നടപടി ആ ഉദ്യോഗസ്ഥനെതിരെ എടുത്തില്ലെങ്കിൽ എനിക്ക് VD സതീശനെ കുറിച്ചുള്ള അഭിപ്രായം. ഇതേ വികാരമാണ് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തീർച്ചയായിട്ടും പിണറായി വിജയനെതിരായിട്ട് ഇമാതിരി പണി കാണിച്ചാല്, പിണറായി വിജയനെ ഒരു മുഖം കൊടുത്തോടെ നഗ്നചിത്രം കൊടുത്താല് പിണറായി വിജയൻ എന്തായാലും കേരളത്തിൽ മുഖ്യമന്ത്രിയാണ്. ഞാൻ എന്നും പിണറായി വിജയൻ ആസ് എ ചീഫ് മിനിസ്റ്റർ റെസ്പെക്ട് കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ചെയ്ത ചെയ്തികളോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ആസ് ലോങ് ആസ് പിണറായി വിജയൻ ഈസ് ഇൻ ദ ചെയർ ഓഫ് ദ ചീഫ് മിനിസ്റ്റർ വി ഹാവ് ടു റെസ്പെക്ട് ഹിം. നമ്മുടെ എല്ലാവരുടെയും ചീഫ് മിനിസ്റ്റർ ആണ്. അതെ, നമ്മുടെ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. എല്ലാവരെയും. അതെ, അത് ഇന്ത്യൻ പ്രധാനമന്ത്രി. അതെ, എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. അപ്പോ കഴിഞ്ഞ ഗവൺമെന്റിന് ഇവരിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അവരത് തെറ്റുകൾ അവര് ചൂണ്ടിക്കാട്ടിട്ട് തന്നെ അവരെ പുറത്തു നിർത്തിയത്. അപ്പോ ആ അത് ഇതുകൊണ്ട് കൂട്ടിക്കൊടുക്കരുത്. ഒരാൾ തോന്നിവാസം കാണിച്ചതും വിമർശിച്ചതുമായിട്ട് രണ്ടായിട്ട് മറ്റത് ഇവരും 2 പേരും മറ്റുള്ള IAS ഒന്നും തോന്നാത്ത കാര്യം ഇവർ 2 പേരും മാത്രം. അതിനോട് എനിക്ക് തന്നെയല്ല അശോകിനേക്കാൾ കൂടുതൽ പ്രശാന്താണ് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച്. അശോക് കേസും വഴക്കും അങ്ങനെയൊക്കെ ആയിട്ട് കോടതികളും ഒക്കെ പോയി അശോക് വിമർശിച്ചു. പക്ഷെ അതിനേക്കാളും ഒക്കെ കൂടുതൽ പ്രശാന്താണ് ഈ കാര്യങ്ങളെല്ലാം പൊതുവെ. പ്രശാന്തിനെ അത്രയും പഠിച്ചിട്ടില്ല. അശോകിനെ എനിക്കറിയാം. അശോകിന്റെ വിമർശനം ഞാൻ നേരിട്ട് കേട്ടാണ്. അതുകൊണ്ട് എനിക്കറിയാം പ്രശാന്ത് ഈ കാര്യത്തിലൊക്കെ അവരെ 2 പേരും വിമർശിച്ചിട്ടുണ്ട്. അശോകിനേക്കാൾ കൂടുതൽ സമയം പുറത്തു നിർത്തിയത് പ്രശാന്ത്. ഇനി വേറെന്നോട് ആലോചിക്കണം, അവരുടെ വിമർശനം കൊണ്ട് സഹായിച്ചിട്ടുണ്ടാകും UDF അധികാരത്തിലെത്തിക്കാൻ വേണ്ടി. അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ സഹായിക്കുന്നവരെല്ലാരെയും ചിലപ്പോ അങ്ങനെ സഹായിക്കും. രാഷ്ട്രീയമല്ലേ, അങ്ങനെ സഹായിക്കും.